ഹലോ, ഇന്ന് സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അതിനുവേണ്ടി 2.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി കുഴച്ച് അല്പനേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഒരു 15 മിനിറ്റെങ്കിലും വയ്ക്കാം. ഇനി 4 സവാള 4 വലിയ സവാള ചെറുതായി അരിഞ്ഞ് ഒരു വലിയ പാത്രത്തിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഉരുളിയിലേക്ക് ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അധികമൊന്നും ബ്രൗൺ നിറമാകേണ്ട, നേരിയ തോതിലൊന്ന് വഴണ്ടി വരുമ്പോൾ ഇത് ഉരുളിയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് ഇവ ചേർത്തൊന്ന് നന്നായി അരച്ചെടുക്കണം. ഈ കൂട്ട് ഇതേ പാത്രത്തിലേക്ക് തന്നെ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് അല്പം വെള്ളം ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവുന്നതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല ഇവ ഒന്ന് വറുത്തത് ഇതിലേക്ക് ചേർക്കാം. വേറെ പാത്രത്തിലിട്ട് ഒന്ന് വറുത്ത് ഇതിലേക്ക് ചേർക്കാം. നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സവാള വഴറ്റുമ്പോൾ അതിലേക്ക് തക്കാളി കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി അതൊന്ന് അരമണിക്കൂർ വെന്തതിന് ശേഷം അതിലേക്ക് മല്ലിച്ചപ്പ്, കറിവേപ്പില, പുതിനയില ഇവ ചേർത്ത് ഒന്ന് കുഴച്ച് ഒരു 15 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. നേരിയ ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറിയാണ്. ആവശ്യത്തിന് എരിവും ഉണ്ടാകും. കൂടുതൽ എരിവ് ആവശ്യമാണെങ്കിൽ കൂടുതൽ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ മീഡിയം സൈസ് എരിവാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇന്നലെ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടി ഉണ്ടാക്കിയ അടുപ്പാണ്. അപ്പോൾ ഒരിഷ്ടം തോന്നിയപ്പോൾ അടുപ്പിൽ തയ്യാറാക്കിയതേ ഉള്ളൂ. അടുപ്പിനുള്ള സാഹചര്യമൊന്നുമില്ല ഇവിടെ. അപ്പോൾ താൽക്കാലികമായി 2 കല്ലൊക്കെ വെച്ച് അപ്പുറത്തെ വീട്ടിൽ നിന്ന് 2 വിറകൊക്കെ എടുത്ത് തയ്യാറാക്കി. അടുപ്പ് കണ്ടപ്പോൾ അടുപ്പിലുണ്ടാക്കാനൊരു മോഹം, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ വിറകടുപ്പിലാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയം എടുക്കാം. അപ്പോൾ നേരിയ തീയിൽ ഇത് കിടന്ന് വെന്ത് നല്ല അടിപൊളി ചിക്കൻ കറിയാകും. ഇഷ്ടപ്പെട്ടാലൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതാണ് ഫൈനൽ ലുക്ക്.